क्या नाम है बेटा? क्या नाम है? ഓടും കേട്ടോ അവര്. ഇന്ത്യയിൽ മറ്റെവിടെയുമില്ലാത്ത മാവോയിസ്റ്റ് വിപ്ലവ പ്രവർത്തനം എന്തുകൊണ്ട് ബസ്തറിൽ കാര്യമായി നടക്കുന്നു? ഈ ചോദ്യത്തിന് ഉത്തരമാണ് യാത്രയിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഛത്തീസ്ഗഡിലെ ദണ്ഡേവാഡയിലുള്ള സമ്മൽവാർ എന്ന ഒരു ഗ്രാമത്തിലാണ് ഞാനുള്ളത്. ഇവിടുത്തെ അംഗൻവാടി എല്ലാവർക്കുമായി കാണിച്ചു തരാം. അംഗനവാടിയിലെ ജീവനക്കാർ ഇവിടെയുണ്ട്, അവരോട് സംസാരിക്കുകയും ചെയ്യാം. ഇതാണ് അംഗനവാടി. रोज रोज जाना पड़ता है उन लोग को बुलाने घर घर, तो फिर भी ये नहीं आते. एक दो बार जाना पड़ता है. बच्चे लोग को भेजते नहीं अपना खुद से. पानी नहीं है, रोड भी खराब है. ഈ ടാങ്ക് പണി തീർത്തിട്ട് കാലങ്ങളായി, പക്ഷേ ഇന്ന് വരെ വെള്ളം വന്നിട്ടില്ല. ബസ്തറിലെ ആദിവാസികളുടെ സംസ്കാരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഒരു ആദിവാസി മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ അടക്കി അതിനുശേഷം അവരുടെ പേരിൽ ഒരു കല്ല് ഇങ്ങനെ വെക്കും. ആ കാഴ്ചയാണ്. मेरा तो ड्रीम था सर, वो क्या डॉक्टर बनने का था सर. मतलब घर की स्थिति की वजह से पूरा पढ़ाई नहीं कर पाया सर. नक्सलवाद एक साइड अच्छा है सर, क्योंकि वो जल जंगल जमीन को बचा रहे थे सर. अभी नक्सली लोग मर रहे तो मेरे को अच्छा भी नहीं लग रहा है सर. वो अपने आदिवासी लोग भी मर रहे हैं. ഛത്തീസ്ഗഡ് ജനസംഖ്യയുടെ 32% ആദിവാസികളാണ്. ഇന്നാട്ടിലെ അളവറ്റ പ്രകൃതി വിഭവങ്ങൾ തുരന്നെടുത്ത് കൊണ്ടുപോകാൻ സർക്കാരിനും വൻകിട മുതലാളിമാർക്കും വലിയ താല്പര്യമുണ്ട്. പക്ഷേ ആദിവാസികളുടെ ജീവിതം ആർക്കും വിഷയമല്ല. नक्सलवाद मुक्त बोलने से तो मुश्किल है. पहले मैंने देखा हूँ और नक्सली लोग के साथ देखा हूँ. यहाँ गांव में वर्दी के साथ दिन दहाड़ा आ जाते थे, गांव वाले लोग से मीटिंग चीटिंग करते थे. പുരോഗതി വാക്കിലല്ല പ്രവൃത്തിയിൽ സാധ്യമാകണം. അപ്പോഴേ ജനം വിശ്വസിക്കും. അല്ലെങ്കിൽ അവകാശങ്ങൾക്ക് വേണ്ടി അവർ പോരാട്ടം നടത്തും. ബസ്തറിലൂടെയുള്ള യാത്ര തുടരും. ദണ്ഡേവാഡയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.